കൂട്ടുകാരെ നമസ്കാരമുണ്ട്. കണ്ടോ, ഇന്നിവിടെ മഞ്ഞ് പെയ്യുമെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുക കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ മഞ്ഞ് പെയ്തില്ലെങ്കിലും നമ്മുടെ ആലിപ്പഴം വീഴും. ഞാൻ എൻ്റെ ടെറസിലാണ്. കണ്ടോ, റൂമിന് വെളിയിലേക്കൊക്കെ മഞ്ഞ് പെയ്തു കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വെളുത്ത കിടക്കണം. അങ്ങ് ദൂരമായിട്ട് നോക്കിയേ, കണ്ടോ അങ്ങ് ദൂരയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം വെളുത്ത കിടക്കണേ. അപ്പോൾ അത് അവിടെയൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പാണ് റൂമിനുള്ളിൽ കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്തൊരു ഈ മഴയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെയൊക്കെ പോകുന്നു. ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, എല്ലാം അടഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. കണ്ടോ, ഇത് ഞങ്ങളുടെ ശ്രീലങ്കക്കാരി കൂട്ടുകാരി കേട്ടോ. അവളിതേ ഇറങ്ങിപ്പോണം. കാണാമെന്നറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ശ്രീലങ്കക്കാരി. എൻ്റെ അടുത്ത സുഹൃത്താണ്. അവളുടെ ഹസ്ബൻഡും. അവൾ ശ്രീലങ്കയും അവൻ UP-കാരനാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. തണുപ്പ്. നിങ്ങൾക്കൊക്കെ നാട്ടിലൊരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും തണുപ്പാണേന്ന് പറയുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ഈ തണുപ്പത്തൊക്കെ ജീവിക്കുന്ന ഒത്തിരി പ്രവാസികളുണ്ട് കേട്ടോ. നോക്കിയേ, മഞ്ഞൊക്കെ നോക്കിയേ, കട്ടയായിട്ടാണ് നിൽക്കുന്നത്. ഒരു സ്വരൂപമില്ലാത്ത ഒരു മഞ്ഞാണ് കേട്ടോ. ഞാൻ എൻ്റെ ടെറസ് വരെ വന്നതാണ്. പക്ഷേ അങ്ങ് അറ്റത്തേക്ക് നോക്കിയാൽ മൊത്തം മഞ്ഞ മൂടി കിടക്കുക കേട്ടോ അങ്ങോട്ടൊക്കെ. കാരണം എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ തണുപ്പായിരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ. കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? ഇല്ല, ക്ലിയറല്ല. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. ഇതൊക്കെ റൂമിൻ്റെ ബോർഡറുകളിലാണ് ആ മഞ്ഞ് മൊത്തം ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ കൂട്ടുകാരെ.